24 വയസ്സുള്ള മോള് സ്വന്തം അമ്മയെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നു കളഞ്ഞു. ഇവിടെ ഇപ്പൊ കൊട്ടേഷൻ കൊടുത്ത് കൊന്നു കളയുന്ന ആളുകൾ ഒരുപാടുണ്ട്, കൂടുതലും പുരുഷന്മാരാണ്. ഇപ്പോ ഈ പറയുന്ന കേസിൽ 24 വയസ്സുള്ള LLB പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി സ്വന്തം അമ്മയെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിപ്പിച്ചു. എന്തിനാണെന്നറിയാവോ? ഗവൺമെന്റ് ജോലി അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അവൾ ഈ ചെയ്തത്. ഈ അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി എങ്ങനെ അമ്മയ്ക്ക് ആ ഗവൺമെന്റ് ജോലി കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അച്ഛൻ, അതായത് ഈ അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചപ്പോഴാണ് ആ അച്ഛന്റെ ജോലി ഈ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. ഈ മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഈ അമ്മയുടെ ജോലി ഇനി അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവള് ചെയ്ത പണിയാണ്. അപ്പോ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പാരന്റ്സും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇങ്ങനത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരും ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആരെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ പുരുഷന്മാരെയല്ല ഭയപ്പെടേണ്ടത്, സ്ത്രീകളെയാണ് ഭയപ്പെടേണ്ടത്. ആൺമക്കളാണ് സാധാരണ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ മറികടന്ന് പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. ആൺമക്കളുള്ള അമ്മമാർക്ക് പേടിയാണ്, പെൺമക്കളുള്ള അമ്മയും അച്ഛനും പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. 24 വയസ്സുള്ള പെൺകുട്ടിക്ക് അമ്മയുടെ ഗവൺമെന്റ് ജോലി അവൾക്ക് കിട്ടാൻ വേണ്ടി സ്വന്തം അമ്മയെ കൊന്നു കളയാൻ മടിച്ചില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് അമ്മ, എന്താണ് അമ്മയെ അച്ഛനും പോലും കൊല്ലാൻ മടിയില്ലാത്ത ഈ പെൺകുട്ടി, അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരെ എങ്ങനെ വെറുതെ വിടാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കും. ഇനി ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്മാരുടെ അവസ്ഥ വളരെ വിഷമമുള്ള കാര്യമാണ്. എങ്ങനെ കണ്ടുപിടിക്കും ഒരാൾ, എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ ഈ ഭർത്താക്കന്മാരിട്ട് കൊല്ലില് എന്ന് മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, പ്ലീസ് ബി കെയർഫുൾ. അമ്മമാരും അച്ഛന്മാരും കെയർഫുൾ ആയിരിക്കുക. ഇങ്ങനത്തെ മക്കളും ഉണ്ട് എന്നുള്ളതാണ്. ബൈ ഗൈസ്.